ഞങ്ങളിന്ന് ഒരു സ്ഥലം വരെ പോവാണ്. അപ്പോൾ അനിയനാണ് കൂടെ. ടൗൺ വരെ പോകുന്നുണ്ട്. അപ്പോൾ എന്താ അവിടെ എത്തിയിട്ട് കാണാം. ഞങ്ങൾ നടക്കാത്ത കുറച്ചങ്ങട് ആ ഊടുകാടി ഉണ്ടല്ലോ പോസ്റ്റ് നമ്മൾ ഏകദേശം ടൗൺ എത്താറായി. നമ്മളിവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. ഇത് ഭഗവതി ക്ഷേത്രമാണ്. അടുത്ത മാസം 7-ാം തീയതി ഇവിടുത്തെ ഉത്സവമാണ്. ഇത് ഗ്രൗണ്ടാ, അമ്പലം ഇതാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് നീങ്ങിയിട്ട് എങ്ങോട്ടാണ് പോണത് എന്ന് പറയണ്ടേ. ഞങ്ങൾ പോകുന്നതേ ചേച്ചിക്ക് മൂക്കൊന്ന് കുത്താൻ വേണ്ടിയിട്ട്. കുറേ നാളായി ചേച്ചി പറയണു മൂക്ക് കുത്തണമെന്ന്. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലൊരു ചേട്ടനുണ്ട്, ആളുടെ കടയ്ക്കാണ് പോണത്. അപ്പോൾ എന്തിന് മാസ്ക് ഒന്നും വെക്കണ്ട. അങ്ങനെ നമ്മൾ കടയിലെത്തി. ഇതാണ് നമ്മൾ വിവിയേട്ടൻ്റെ കട. അപ്പോൾ ഇവിടെ ഗോൾഡും ഉണ്ട്, സിൽവർ, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ചെറിയ കുട്ടികളുടെ കാത് കുത്തി കൊടുക്കുന്നുണ്ട്, മൂക്ക് കുത്തി, എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. പിന്നെ അവർ ഒരു റീൽ എടുക്കുമായിരുന്നു കടയിലേക്ക് വരുമ്പോൾ. അതിൻ്റെ ഒരു ഇൻട്രോ ഒക്കെ ആയിട്ട് അവർ എടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ കടയിൽ കുറച്ച് നേരം ഇരുന്ന് ചേച്ചിക്ക് നല്ല ടെൻഷൻ അപ്പോഴേക്കും വിബിയേട്ടൻ ഞങ്ങൾക്ക് ചായയൊക്കെ കൊണ്ടുവന്ന് തന്നു. പിന്നെ അവിടെ കസ്റ്റമേഴ്സ് വന്നപ്പോൾ അവർ ഡീലിംഗ് ആയിരുന്നു. ഇത് 28 കെട്ടിനുള്ള കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്ന തള, ഏലസ്, അതുപോലെ കമ്മൽ, മൂക്കുത്തി, റിങ്, അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ ഈ ഏട്ടനാണ് നമുക്ക് മൂക്കുത്തി തരുന്നത്. അപ്പോൾ ആളതിൻ്റെ ഗണ്ണൊക്കെ ശരിയാക്കി കൊണ്ടിരിക്കുകയാണ്. ചേച്ചി നല്ല ടെൻഷനിലായിരുന്നു. അപ്പോൾ വേദന ഇല്ല എന്നൊക്കെ പറഞ്ഞു. അത് ശരിയാക്കി പോയിട്ടൊക്കെ ഇങ്ങനെ അടയാളപ്പെടുത്തി ടെൻഷൻ പറഞ്ഞാൽ ഞങ്ങൾ എന്തോരം കളിയൊക്കെ വീഡിയോ എടുക്കുക, അത് പിന്നെടുക്കുക. ഓരോരുത്തർക്ക് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ പോയിന്റ് ചെയ്തിട്ട് അവിടെ നിന്നല്ല, അപ്പം ചോദ്യമൊക്കെ വരെ ഞങ്ങൾ പോയിന്റ് ചെയ്ത സ്ഥലത്തൊക്കെ അത് ഷോർട്ടിന് ഇടാനാണ്. അവിടുന്ന് എടുത്തോ അടിക്കണത്, ആൻ്റിന്ന് എടുക്കുന്നത്. എന്നിട്ട് ചേച്ചി എടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ്, ഇന്ന് ഇവിടെ പോരെ എന്നൊക്കെ. അടുത്തേക്ക് കൊണ്ടുപോവാ. രസമുണ്ടല്ലേ? രസമുണ്ട്, രസമുണ്ട്. നല്ല സ്റ്റോണല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ വിബിയേട്ടൻ്റെ കട. നമ്മുടെ പട്ടാമ്പി പഞ്ചാബ് നാഷണൽ ബാങ്കിന് സമീപം
ഇനി ഗോൾഡ് എടുക്കാനോ മൂക്ക് കുത്താനോ എല്ലാ ആവശ്യത്തിനും ഇവിടെ വന്നോളൂ. അങ്ങനെ ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഒരു ചേച്ചിയും കൂടി ഉണ്ടായിരുന്നു. ചേച്ചി ജോലി കഴിഞ്ഞ് വരികയായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു കുറച്ച് കുടിച്ചു. സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ വരുമ്പോൾ ഒരു കേക്കുമായിട്ട് വന്നു. അപ്പോൾ അത് ഒരാൾ ഏട്ടനെ ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അതപ്പോൾ എന്നാൽ എല്ലാവരും കൂടി ഒന്ന് കഴിക്കാമല്ലോ വിചാരിച്ച് ഞങ്ങൾ കേക്കൊക്കെ അഴിച്ചിട്ട് കട്ട് ചെയ്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ തിരിച്ച് നമ്മളെ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.